മുതിർന്ന CPIM നേതാവും മുൻ മന്ത്രിയുമായ ജി സുധാകരൻ പാർട്ടി വിട്ടേക്കും. CPIM അംഗത്വം പുതുക്കുന്നില്ലെന്നും അവഗണന സഹിച്ച് തുടരാനില്ല എന്നുമാണ് ജി സുധാകരൻ നിലപാട്. CPIM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദന്റെ പരാമർശത്തിൽ അതൃപ്തി വ്യക്തമാക്കി പാർട്ടി അംഗത്വം പുതുക്കുന്നില്ല എന്ന് ജി സുധാകരൻ ഫേസ്ബുക്ക് പോസ്റ്റിലൂടെ അറിയിക്കുന്നു. നാളെ ആലപ്പുഴയിലെ വീട്ടിൽ ജി സുധാകരൻ വാർത്താ സമ്മേളനം വിളിച്ചിട്ടുണ്ട്. സുധാകരനെ അനുനയിപ്പിക്കാൻ CPIM ജില്ലാ നേതൃത്വം നീക്കം ആരംഭിച്ചു. ഒന്നും അറിഞ്ഞില്ലെന്നാണ് മന്ത്രി സജി ചെറിയാന്റെ പ്രതികരണം. ഒറ്റയ്ക്കല്ലല്ലോ ഇത്തരം കാര്യങ്ങൾ അഭിപ്രായം പറയേണ്ടത്. ഞാനത് കണ്ടില്ല. നിങ്ങൾ പറഞ്ഞു കേട്ട അഭിപ്രായം പറയാൻ പറ്റും? അല്ലെ, ഞാൻ കേട്ടില്ലല്ലോ, ഞാൻ കണ്ടില്ല. ഞാനിപ്പോ കമ്മിറ്റി കഴിഞ്ഞ് ഇറങ്ങിയല്ലേ ഉള്ളൂ. വിവരം തിരക്കിട്ട് എന്താണെന്നത് എനിക്കറിയില്ലെന്ന്, ഞാൻ കേട്ടില്ലല്ലോ. അങ്ങനെ പുതുക്കുന്നില്ല എന്നുള്ള അഭിപ്രായം അദ്ദേഹം പറഞ്ഞു. എനിക്കറിയില്ല. അത് നിങ്ങളല്ലേ എനിക്ക് അയച്ചതാണ്. എനിക്ക് നിങ്ങളൊന്ന് അയച്ചതാ. ഞാൻ കണ്ടില്ല, എനിക്കൊന്ന് അയച്ചതാ. അശ്വിൻ പാലാഴി വാർഷികതമ വാർത്തകളുമായി ചേരുന്നു. ആദ്യം അശ്വിനിലേക്കൊന്ന് പോകുന്നു. അശ്വിൻ, ഈ ഫേസ്ബുക്ക് പോസ്റ്റിൽ കടുത്ത വിമർശനങ്ങളാണ് എന്ന് പറഞ്ഞാൽ വല്ലാതെ വൈകാരികമായി മുറിപ്പെടുന്ന ഒരു നേതാവിൻ്റെ വേദന ആ ഫേസ്ബുക്ക് പോസ്റ്റിൽ എമ്പാടും കാണാം. ഇപ്പോൾ ആ വാർത്താ സമ്മേളനത്തിൽ മാധ്യമപ്രവർത്തകർ ചിരിക്കുന്നത് എന്തിനാണെന്ന് അറിയില്ല. പക്ഷേ ആ ചിരിയടക്കം നിയന്ത്രിക്കാൻ ഒന്നും ചെയ്തില്ല, തനിക്ക് ഒരു വിലയും തന്നില്ല എന്ന പരിദേവനം ആ ഫേസ്ബുക്ക് പോസ്റ്റിലുണ്ട്. അതിനെ വൈകാരിക പ്രതികരണമായി കാണണോ അതോ തീരുമാനിച്ചുറപ്പിച്ച പ്രതികരണമായി കാണണോ അശ്വിൻ? ഹാഷ്മി, തീരുമാനിച്ചുറപ്പിച്ച വൈകാരിക അതിനോടൊപ്പം തന്നെ നിലനിൽക്കുന്ന ഒരു പ്രതികരണമാണ്. കാരണം കഴിഞ്ഞ കുറേ നാളുകളായി പാർട്ടി നേതൃത്വമുള്ള എതിർപ്പ് അദ്ദേഹം പരസ്യമാക്കുന്നുണ്ട്. അവഗണനയും അടക്കമുള്ള കാര്യങ്ങൾ അദ്ദേഹം പരസ്യമായി പറഞ്ഞതുമാണ്. 2 ദിവസം മറ്റിൽ നിന്ന് നേതൃത്വം എത്തി ഈ സ്ക്രൂട്ടിനിക്കുള്ള നടപടികൾ അദ്ദേഹത്തിന്റെ ഫോം അടക്കം നൽകിയത്. പക്ഷേ അന്ന് അത് പൂരിപ്പിക്കാൻ അദ്ദേഹം തയ്യാറായിരുന്നില്ല. വാങ്ങിവെച്ച ശേഷം പിന്നീട് നൽകാം അല്ലെങ്കിൽ നൽകണോ എന്ന് ആലോചിക്കട്ടെ എന്നൊരു പ്രതികരണം നൽകി പാർട്ടി ബ്രാഞ്ച് നേതൃത്വത്തെ വീട്ടിൽ നിന്ന് മടക്കി അയക്കുകയായിരുന്നു ജി സുധാകരൻ. അതിന് പിന്നാലെയാണ് ഇന്ന് ഇപ്പോൾ പരസ്യമായി തന്നെ അദ്ദേഹം ആ കാര്യങ്ങൾ വ്യക്തമാക്കിയിരിക്കുന്നത്. CPIMൽ നിന്ന് പുറത്തേക്ക് എന്നുള്ള വ്യക്തമായ സൂചന നൽകിക്കൊണ്ട് തന്നെയാണ് അദ്ദേഹത്തിന്റെ ഫേസ്ബുക്ക് പോസ്റ്റ് ഉള്ളത്. ഇനി പാർട്ടി മെമ്പർഷിപ്പ് ഇതുവരെ പുതുക്കിയിട്ടില്ല, ലെവി അടച്ചിട്ടില്ല, പുതുക്കുന്നില്ല എന്ന് അദ്ദേഹം വ്യക്തമായി പറയുന്നുണ്ട്. ആ പോസ്റ്റിൽ പാർട്ടി ജില്ലാ സംസ്ഥാന നേതൃത്വങ്ങൾക്കെതിരെ അതിരൂക്ഷ വിമർശനമുണ്ട്. ജില്ലാ സെക്രട്ടറി ആർ നാസറിനെതിരെ നേരത്തെ പറഞ്ഞ കാര്യങ്ങൾ അദ്ദേഹം ഇന്ന് പോസ്റ്റിൽ ആവർത്തിച്ചിട്ടുണ്ട്. അതിന് പുറമെ സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ നടത്തിയ പരാമർശത്തെ അദ്ദേഹം വിമർശിക്കുന്നുണ്ട്. തന്നെ പരിഹസിച്ചെന്നും കളിയാക്കിയെന്നും മാധ്യമപ്രവർത്തകരടക്കം അത് കേട്ട് കളിയാക്കി ചിരിച്ചിട്ടും MV ഗോവിന്ദനെ തിരുത്താനാരും തയ്യാറായില്ല എന്നുമൊക്കെ അടക്കമുള്ള പരാതികളാണ് അദ്ദേഹത്തിന്റെ ഫേസ്ബുക്ക് പോസ്റ്റിലുള്ളത്. എന്തായാലും കഴിഞ്ഞ നാളുകളിൽ അദ്ദേഹം പറഞ്ഞ കാര്യങ്ങൾ അതൊക്കെ ഒരു പൊട്ടിത്തെറിയായി ഇപ്പോൾ ഫേസ്ബുക്ക് പോസ്റ്റിലൂടെ വന്നിരിക്കുകയാണ്. ഇനി ജി സുധാകരന്റെ നിലപാട് എന്ത്, അദ്ദേഹത്തിന്റെ തീരുമാനങ്ങൾ എങ്ങനെ പോകും എന്നൊക്കെ അറിയണമെങ്കിൽ അദ്ദേഹം തന്നെയാണ് അത് വ്യക്തമാക്കേണ്ടത്. ഇന്ന് അദ്ദേഹത്തിന്റെ പ്രതികരണം തേടിയെങ്കിലും നാളെ വാർത്താ സമ്മേളനം വിളിച്ച് പറയാനുള്ളതെല്ലാം പറയും എന്നുള്ളതാണ് നിലവിൽ അദ്ദേഹം അറിയിച്ചിരിക്കുന്നത്. നാളെയാണ് നിർണായകമായ വാർത്താ സമ്മേളനം. രാവിലെ 11 മണിയോടുകൂടി പറവൂരിലെ വീട്ടിൽ അദ്ദേഹം മാധ്യമങ്ങളെ കണ്ട് കാര്യങ്ങൾ വിശദമാക്കും എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. എന്തായാലും ഈ വാർത്ത വലിയ തോതിൽ പ്രചരിച്ചതിന് പിന്നാലെ പാർട്ടി ജില്ലാ നേതൃത്വം ജി സുധാകരനെ സംസാരിക്കാൻ ശ്രമം നടത്തി. പക്ഷേ അദ്ദേഹം ആർ നാസറിന്റെ ഫോൺ കോൾ എടുക്കാൻ തയ്യാറായിട്ടില്ല. എങ്കിലും അദ്ദേഹവുമായി സംസാരിക്കും എന്നുള്ളതാണ് ആർ നാസറിനോട് സംസാരിക്കുമ്പോൾ അദ്ദേഹം പറയുന്നത്. ഏതെങ്കിലും തരത്തിലുള്ള അനുനയത്തിനുള്ള സാധ്യതയുണ്ടോ എന്നുകൂടി പാർട്ടി നേതൃത്വം നിലവിൽ ശ്രമിക്കുന്നുണ്ട്. അതിനുള്ള സാധ്യതകൾ കൂടി തേടുന്നുണ്ട്. പക്ഷേ ജി സുധാകരൻ അതിന് തയ്യാറാകുമോ എന്നുള്ള വലിയ ചോദ്യമുണ്ട്. അങ്ങനെ ഒരു സാധ്യത, അങ്ങനെ ഒരു വാതിൽ അദ്ദേഹം തുറന്നിട്ടിരുന്നു എങ്കിൽ ഒരു തരത്തിലും ഇത്തരത്തിലുള്ളൊരു പോസ്റ്റ് അദ്ദേഹത്തിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാവില്ലായിരുന്നു എന്ന് വേണം മനസ്സിലാക്കാൻ. 6.5 പതിറ്റാണ്ടോളം പാർട്ടിയിൽ പ്രവർത്തിച്ച ജി സുധാകരൻ ഇത്തരത്തിൽ വൈകാരികവും തീരുമാനിച്ചുറപ്പിച്ചതിന്റെ പ്രകാരമുള്ള ഒരു പോസ്റ്റ് ഇടുമ്പോൾ അത് പാർട്ടിയെ വലിയ തോതിൽ പ്രതിസന്ധിയിലാക്കുന്നുണ്ട്. എന്തായാലും എന്താണ് ഇനി പാർട്ടി ഇതിലെടുക്കുന്ന നിലപാട്, ഒപ്പം ജി സുധാകരന്റെ നിലപാട് എന്താണ് എന്നടക്കമുള്ള കാര്യങ്ങൾ ആകാംക്ഷ ജനിപ്പിക്കുന്നതുമാണ്. ഹാഷ്മി, ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.